നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ടൗണിലോട്ടൊക്കെ പോകുന്ന വഴിയുടെ റോഡ് സൈഡിലൊരു സ്ഥലമാണിത്. ഇത് കൃഷി സ്ഥലമാണ്. ഇവിടെ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. മഞ്ഞൾ ഇപ്പോൾ എന്ത് ചെയ്യാണ്, പറിക്കാനുള്ള ടൈമിംഗ് ആണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക്, തക്കാളി, ചെറിയുള്ളി, കോളിഫ്ലവർ, പിന്നെ ഈ സാമ്പാറിലൊക്കെ ഇടുന്ന കത്തിരിക്ക, ആ കൂട്ടത്തിൽ തന്നെ മഞ്ഞൾ കൃഷിയും ഇവിടെ ചെയ്യുന്നുണ്ട്. ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത് മഞ്ഞൾ ചെയ്തിരിക്കുന്ന കൃഷി സ്ഥലമാണ്. അത് മഞ്ഞൾ പറിക്കാനായി. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തണ്ടെല്ലാം മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇത് പറിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കുറേ മയിലുണ്ടായിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടോണ്ട് എല്ലാം ഓടിപ്പോയി. അപ്പോൾ ഒക്കെ ഇവിടെ ഒരു 3-4 മയിലുണ്ടായിരുന്നു. അപ്പം മയിലും മുയലും എല്ലാം വരുന്ന സ്ഥലമാണിത്. പിന്നെ പകലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു, നല്ല ചൂടാണ് ഈ സമയം. ഈ ഒരു ടൈമിൽ ആണ് നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. ഇപ്പം ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ശുദ്ധവായു കിട്ടുന്നു, വളരെ പ്രകൃതി മനോഹരമാണ്. അതായത് ആ കാണുന്ന മലയുടെ നടുക്കാണ് ഈ സ്ഥലം നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും മലകളാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, നമുക്ക് കാണിച്ചു തരാം. അതെല്ലാം മലകളാണ്. ഇവിടെ ഉള്ളതെല്ലാം മല സൈഡാണ്. അതിൻ്റെ നടുക്കാണ്. ഇത് കൃഷി സ്ഥലമാണ്. ഉഴുതിട്ടിരിക്കുകയാണ്, എന്തോ അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉഴുതിട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം കുറച്ച് മുമ്പ് മയിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ്. ചൂടില്ല, ചെറിയ തണുപ്പുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പെൺമയിലിൻ്റെ തൂവലാണ്. ഇതിലേക്ക് അവരിഷ്ടം പോലെ ഇങ്ങനെ തീറ്റ തിന്നാനൊക്കെ ഇതിലേക്കൂടെയൊക്കെ വരും. ഈ മഞ്ഞളിനകത്തൂടെയൊക്കെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തിന്നാനൊക്കെ ഇതിലെ വരുന്നതാണ് മയില്. അതിൻ്റെ ഇതാണ് തണ്ടല്ലേ? തണ്ട് വെട്ടിയേക്കാണ്. കണ്ട മഞ്ഞള് മഞ്ഞ നല്ല മണം. അതായത് ഞങ്ങൾ ഈ വണ്ടിയിൽ ഞങ്ങൾ ടൗണിലൊക്കെ പോയിട്ട് രാത്രിയിൽ ഇതിൽ പോകുന്ന സമയത്ത് നല്ല മഞ്ഞളിന്റെ സ്മെല്ലുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്. മഞ്ഞ ഉണ്ടോ? നല്ല ഒറിജിനൽ മഞ്ഞളാണ് ഇവിടെ ഉള്ളത്. ഇതിവര് പച്ചയോടെ കൊടുക്കും. ഇത് പച്ചയോടെ എടുത്തിട്ട് ഉണക്കും അല്ലേ? അവിടെ ഉണ്ട്, പറിക്കണം. നാടനാണിത്. കണ്ട കംപ്ലീറ്റ് തോട്ടമാണ്. കണ്ട ഫുള്ള് മഞ്ഞളിന്റെ തോട്ടം. ഏതാ? കസ്തൂരിയാണോ? സാധാ മഞ്ഞളാണോ? നല്ല മണമുണ്ട്. നല്ല അടിപൊളി കൃഷിയാണ്. അപ്പുറത്ത് നട്ടേക്കണ എന്താന്ന് മനസ്സിലായത്? അത് അല്ല, പൊട്ടറ്റോ. ഉരുളക്കിഴങ്ങല്ലേ? നല്ല ഭംഗിയുണ്ട് ഇത് കാണാനല്ലേ? ചെറിയ പൊക്കമൊന്നുമില്ല, കിളിക്കൂട് ഭംഗിയുണ്ട് ഇത് കാണാൻ. അപ്പം കാണുന്ന എല്ലാം മല. മലയാണ് ഫുള്ള്. കണ്ട കംപ്ലീറ്റ് മല. ഞങ്ങൾ കുറേ ദിവസം ഉണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം ഈ ടൈമിങ്ങിൽ. ചിലപ്പോൾ സമയത്തൊക്കെ ഞങ്ങൾ വരുമ്പോൾ ലൈറ്റായി പോവും, അതാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് എന്തായാലും ഞങ്ങൾ 2 കൽപ്പിച്ച് ഇറങ്ങിയതാണ്. അവിടെ വീടുകളും ഉണ്ട് കേട്ടോ. അതിനുള്ളിൽ പഴയ ഇവിടുത്തെ വീടുകളാണ് കാണുന്നതല്ല. ഇവിടെയുള്ള വീടുകളാണത്. തോട്ടത്തിനുള്ളിലുള്ള വീടുകളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ജന്മികളാണ്. എന്ന് വെച്ചാൽ കൃഷി ചെയ്ത് വ്യാപാരം ചെയ്ത് ജീവിക്കുന്ന ജന്മികളാണ് അവരൊക്കെ. അല്ലേ? അതായത്
മഞ്ഞളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓണാണോ? ശാന്തത. ആ മഞ്ഞളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവാണ്. ഇതിൻ്റെ സ്മെല്ല് നമ്മൾ ഇതിലെ കൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട രോഗപ്രതിരോധമൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ രോഗങ്ങളൊന്നും ഉണ്ടാവത്തില്ല, നെഗറ്റീവ് വരില്ല. നെഗറ്റീവ് വരത്തില്ല. മഞ്ഞൾ എല്ലാത്തിനും നല്ലതാണ്. നെഗറ്റീവ് അകന്നു പോകാൻ, നമുക്ക് കറിയിലിടാൻ, വിഷത്തിന്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് മഞ്ഞളിൽ. ഫുള്ള് മഞ്ഞൾ പ്ലാന്റേഷൻ. ഫുൾ മഞ്ഞളാണ്, നല്ല ശുദ്ധമായ മഞ്ഞൾ. മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി അനുരാഗ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം മയില് പോയല്ലോ. പക്ഷെ മയിലിനെ വേണമല്ലോ. അതാ അവിടെ ഉണ്ട് ദേ കണ്ണ അങ്ങോട്ട് നടന്നു പോയാൽ ഫുള്ള് മലയാണ് ഈ കാണുന്നത്. അതാ കണ്ട മലയാണ്. മയില് അതിന് കിട്ടൂല, അത് പൊയ്ക്കള്. അത് വാഴത്തോട്ടമാണത്. അതന്നെ വാഴ. അത് വാഴയാണ്. പ്രകൃതി രമണീയമായ സ്ഥലം. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ശാന്തി ഏരിയ, സമാധാനം, സന്തോഷം, ഒരു ശല്യമില്ലൊന്നും. ഇത് അവിടെ ഉണ്ട് മയിൽ. ഇതേ അവിടെ മയിലാണത്, കണ്ട നടക്കണ. ആ അത് ആൺമയിൽ ആണല്ലോ, പെണ്ണാണ്. പക്ഷെ പ്രകൃതി ഭംഗി, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. സമാധാനമായിട്ടുള്ള ഏരിയ ആണിത്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയെ സ്നേഹിക്കുകയും ആസ്വദിക്കാൻ കഴിവുള്ളവർക്കും പറ്റിയ സ്പേസ് ആണ് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതിലേ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വഴി. പക്ഷെ വേറെ വഴിയുണ്ട്, എന്നാലും ഞാൻ പറയും ഇതിലേ പോയാൽ മതി. ഇതിലേ പോകുമ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സ്, സമാധാനവും ശാന്തതയാണ്. എപ്പോഴും ഞങ്ങൾ ആ വഴിയാണ്. അത് നമ്മുടെ റോഡാണത്. റോട്ടിൽ കൂടി അങ്ങോട്ട് കുറച്ച് ഒരു 10-30 കിലോമീറ്റർ പോകണം. നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ കാണുന്ന മല കണ്ട, ആ മല വരെ നമ്മൾ യാത്ര ചെയ്യണം. അവിടെ നിന്നാണ് നമുക്ക്, അത് ടൗൺ, അവിടത്തോളം പോയി വേണം നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ. 10-40 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത മണ്ണാണ്. ഈ മണ്ണിലാണ് അതായത് നമ്മുടെ ചെറിയുള്ളി, സവോള, ചെറിയുള്ളി ഒക്കെ ഉണ്ടാകുന്ന. അതിന് വേറൊരു പേര് ഇവിടെ പറയുള്ള ചെറിയുള്ളിക്ക് വെങ്കായം, ചിന്ന വെങ്കായം ഒക്കെ പിടിക്കാൻ പറ്റിയ മണ്ണാണിത്. അവിടെ ഉണ്ട് മയില്, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സൂം ചെയ്താൽ പറ്റത്തില്ല. അതിലേ ഉണ്ട്, ഓടിയതാണത്. അതിലേ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഈ ചെടിയുടെ ഈ അതിനകത്തൂടെ കാണാൻ പറ്റുമോ നോക്കട്ടെ. അത് തിന്ന് നടക്കുവോ? ചെറുതായിട്ട് കാണാം, കാണാമോ? ചെറുതായിട്ട് അങ്ങോട്ട് പോയാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. അത് പോയത് പോയിക്കളെ, ഓടിപ്പോവും. അത് നമ്മളെ കാണുമ്പോ ഓടിപ്പോവും. ഞാൻ അവിടെ ഇങ്ങോട്ട് നടന്നു. മഞ്ഞ് വീഴുന്ന തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ് രാത്രിയാകുമ്പോൾ. പകലൊക്കെ ചൂടാണ്, പക്ഷെ രാത്രി ഒരു 7 മണി കഴിയുമ്പോൾ തണുപ്പാണ്. വെയിലാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര വെയിലാണ്. പകലൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഈ ഒരു ടൈമിൽ മാത്രമേ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര വെയിലാ, പകല് ഭയങ്കര വെയിൽ, അന്നേരം ഒന്നും ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ ആയതുകൊണ്ട് നല്ല വെയിലൊക്കെ തണുത്ത് ശാന്തമാണ്. മഞ്ഞവെയിൽ ആ വാഴയൊക്കെ നിക്കണോക്കെ എന്തൊരു ഭംഗി. ഈ ചെടിയും കാണാൻ നല്ല രസം. ഇത് എന്ത് സംഭവം? ഇത് എന്താന്ന് അറിയത്തില്ല, എന്തോ ചെടിയാണ്. എന്താ ആയുർവേദമാണെന്ന് തോന്നുന്നല്ലേ? ഈ നമ്മുടെ എന്താണ് ആര്യവേപ്പൊക്കെ മോഡൽ അല്ലേ? കണ്ടോ മയില് കണ്ടോ? അമ്മ ഇവിടുന്ന് പോയാ ചിലപ്പോ അത് ഇങ്ങോട്ട് വരും. അത് ഞങ്ങോട്ട് മരത്തിലും കണ്ടോ 2 പക്ഷികൾ ഇരിക്കുന്നത്? അങ്ങോട്ട് പോയി. എവിടെ കണ്ടോ 2 പക്ഷി ഇരിക്കുന്ന കറുത്ത? എവിടെ? നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ നമുക്ക് പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കും ഇതുപോലത്തെ സ്പേസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര ആസ്വാദനമായിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് എന്ന് വെച്ചാൽ ഇവിടെ ഇതൊന്നുമില്ല, ഇത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ മഞ്ഞൾ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ, അതുപോലെ കൃഷി ചെയ്യാനുള്ള സ്ഥലമാണിത്, കൃഷി സ്ഥലമാണ്. ഓക്കെ, അവരിങ്ങനെ മാറി മാറി ഇവിടെ എന്ത് ചെയ്യും, കൃഷി ചെയ്തുകൊണ്ടിരിക്കും. കൃഷിക്ക് ഇവിടെ പറയുന്ന വ്യവസായം എന്നാണ്. അഗ്രികൾച്ചർ, വ്യവസായം. വ്യവസായം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു ഈവനിങ് ടൈം ആശംസിക്കുന്നു.